ഹായ്, എൻ്റെ പേര് ബിജി പോൾ. ഞാൻ ഈ ഫാസ്റ്റിംഗ് ലൈഫ് സ്റ്റൈൽ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സീരീസ് പറയാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് നമ്മൾ ഫാസ്റ്റിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യം, എങ്ങനെ ഫാസ്റ്റിംഗ് ചെയ്യാമെന്നുള്ളതാണ്. ഈസിയായിട്ട് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും 12 മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. നോർമലി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 7 മണിക്ക് ഭക്ഷണം കഴിച്ച് നിർത്തിയാൽ പിറ്റേ ദിവസം 7 മണിക്കാണ് നമ്മൾ പിന്നെ ഭക്ഷണം കഴിക്കുക, മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. എന്തുകൊണ്ട്? മെയിനായിട്ട് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം മുഴുവൻ നമ്മൾ ആക്ച്വലി നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി സമയം കൊടുക്കണ്ടേ. നമ്മൾ ഭക്ഷണം ലേറ്റായിട്ട് കഴിക്കും തോറും നമ്മുടെ ബോഡിയിൽ അത് ടൈം എടുക്കും. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബോഡി റെസ്റ്റ് ചെയ്യുന്നില്ല. ബോഡി റെസ്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സകലമാന ഹോർമോൺസും ആക്ടിവേറ്റഡ് ആയിരിക്കും. ബോഡി റീസൈക്കിൾ ചെയ്യത്തില്ല. പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ആകെ മൊത്തം ടയർഡും ക്ഷീണവും ഒക്കെ. കാരണം നമ്മൾ പ്രോപ്പർലി ഇറങ്ങിയിട്ടില്ല. നമ്മൾ ബോഡിക്ക് നമ്മൾ റെസ്റ്റ് കൊടുക്കുന്ന ഒറ്റ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി. 12 മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുക. 12 മണിക്കൂർ നമുക്ക് ഫാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആകെ ചെയ്യേണ്ട 2 കാര്യം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എൻഡ് ഓഫ് ദ ഡേയിലുള്ള ടൈം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ ഇത്രയും നാളും നമ്മൾ 9 മണിക്കാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ 8 മണിക്കാക്കുക, അല്ലെങ്കിൽ ഒരമണിക്കൂർ മാറ്റി വെക്കുക. പിറ്റേ ദിവസം രാവിലെ എപ്പോഴാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്, 7 മണിക്കോ 8 മണിക്കോ, ആ ടൈം നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരാഴ്ച മുഴുവൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് നോക്കുക. നോട്ട് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങളുടെ ബോഡിയിൽ തന്നെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ടൊരു ലൈറ്റർ ഫീലിംഗ് വരും. പിന്നെ ഒരു നീർക്കെട്ട് വന്ന് വീണിരിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്, അതില്ലാതാവും. ഈ 2 ഫീലിംഗ് വന്നു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റിയ കാര്യമാണ്, പ്ലസ് ഇതെനിക്ക് ബെനിഫിഷ്യലാണെന്ന്. ഇത്രയും മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. ഇത് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഫാസ്റ്റിംഗ് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈസി ആയിട്ട് ട്രൈ ആവുന്ന കാര്യമാണ്. ഞാൻ എല്ലാവരോടും, എസ്പെഷ്യലി നമ്മൾ ഈ ഒരു ഏജും നമ്മുടെ കമേഴ്ഷ്യലൈസേഷനും നമ്മുടെ ഫുഡിനകത്തുള്ള അഡിറ്റീവ്സും ഒക്കെ നോക്കുമ്പോൾ നമ്മൾ ആക്ച്വലി ക്ലീനപ്പ് ചെയ്യാൻ, നമ്മുടെ ബോഡീനെ നമ്മൾ ക്ലീനപ്പ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ചിന്തിച്ച് നോക്ക്, 40 വർഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ എന്തുമാത്രം കാര്യങ്ങളാണ് ബോഡിക്കകത്ത് കിടക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് വിസറൽ ഫാറ്റ് കൂടുന്നതെന്ന് വെച്ചാൽ വയറിൻ്റെ അടിയിലുള്ള ഫാറ്റ് കൂടുന്നത് എന്താ? അതിനകത്താണ് ഏറ്റവും കൂടുതൽ ടോക്സിൻസ് അടിഞ്ഞിരിക്കുന്നത്. അത് ഇളക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടാണ് ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യാൻ എല്ലാവരോടും പറയുന്നത്. ഞാനിതെൻ്റെ ഡേ 1 സീരീസാണ്. അപ്പോൾ ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഡെഫിനറ്റ്ലി thank you for those who encourage me and ask me to come back to this again. Okay, thank you.